നമ്മുടെ തലമുറകളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ച് വന്നത്. എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്? എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് 3 പേർക്കും 3 ഇഷ്ടങ്ങളും 3 താല്പര്യങ്ങളുമാണ്. അവർക്കുള്ള ആഹാരം ഒക്കെ നാം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ചോദ്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ഒരു മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നാം എന്താണ് നൽകുന്നത്? കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ലോകത്തിലെ ഒരു പിതാവോ ഒരു മാതാവോ തൻ്റെ മക്കൾക്ക് ഒരു കാരണവശാലും കല്ല് കൊടുക്കത്തില്ല. മീനിന് പകരം പാമ്പിനെ കൊടുക്കത്തില്ല. എന്നാൽ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കല്ലുകളാണ്, കടിക്കുന്ന സർപ്പങ്ങളാണ്. പല സമയങ്ങളിലും നാം അവർക്ക് കൊടുക്കുന്ന കല്ലുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന നമ്മുടെ ജീവിത ശൈലിയാണ്, നമ്മുടെ മാതൃകകളാണ്. അതാണ് യഥാർത്ഥത്തിൽ അവരെ തെറ്റിലേക്ക് നയിക്കുന്നതും. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത്. നാം സംസാരിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ പുറത്ത് സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നാം ചെയ്യുന്ന കാര്യങ്ങളല്ലെ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പുറത്തു പറയും. അവരുടെ ജീവിതത്തിൽ അത് അവരുടെ ഭാഗമായി മാറും. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിന്ന് കൊടുക്കുന്ന ഒരു മൊബൈൽ ഒരു സർപ്പമാണ്. നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ തന്നെ വേണമെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാം. അപ്പം നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് കല്ല് കൊടുക്കാത്ത, സർപ്പത്തെ കൊടുക്കാത്ത പിതാവും മാതാവും ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള അപ്പം കൊടുക്കുന്നുണ്ടോ? എന്താണ് യഥാർത്ഥത്തിലുള്ള അപ്പം? കർത്താവ് പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ്റെ അപ്പമായ കർത്താവിനെ കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. സൺഡേ സ്കൂളും പാസ്റ്റർമാരും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം ഈ ദൗത്യം മാതാപിതാക്കളെയാണ് ഏൽപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പിതാക്കന്മാരെ. പഴയ നിയമപുസ്തകം ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തെ നിന്റെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. എപ്പോഴാണ്? നീ വീട്ടിലിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പിതാക്കന്മാരോട് പറയുന്നു, മക്കളെ കോപിപ്പിക്കാതെ പത്യോപദേശത്തിൽ വളർത്തുക. കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനും ജീവൻ്റെ അപ്പമായ കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ട ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു എന്നുള്ള ഉറപ്പോടുകൂടെ തന്നെ നാം അത് ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം ആത്മീക കൂട്ടായ്മയിൽ കാണണം. എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ, അതായത് 6 മാസം, 8 മാസം, 1 വയസ്സ്, അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കുഞ്ഞുങ്ങൾ ഉറങ്ങുമല്ലയോ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ, കൊച്ചു കുഞ്ഞല്ലേ. ഞാൻ പറയാറുണ്ടായിരുന്നു എൻ്റെ ഭാര്യയോട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടേര്, അവരവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ലെറ്റ് ദം ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവ സാന്നിധ്യത്തിൽ അവർ നിൽക്കട്ടെ, അവർ കിടക്കട്ടെ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വയ്യ, ക്ഷീണമാണ്, കൊച്ചു കുഞ്ഞാണ്, അതുകൊണ്ട് ആരാധനയ്ക്ക് പോകണ്ട എന്നല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീക ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുക്കാനുള്ള അവസരം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നാം കേൾക്കാറുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്ന് സദൃശ്യവാക്യം 22-ാം അധ്യായത്തിൽ കാണുന്നു. 119-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ പറയുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനത്തെ കൊടുക്കാനും കർത്താവിനെ കൊടുക്കാനും നാം ഉത്സാഹിക്കണം. ജീവൻ്റെ അപ്പമായ യേശുവിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കർത്താവ് പറയുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ലിറ്ററലി കരയുന്നത് കർത്താവിന് വേണ്ടിയാണ്, ജീവൻ്റെ അപ്പമായ കർത്താവിനെ. മറ്റു പലതും അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അവർ ആത്മീയ ആഹാരത്തെക്കുറിച്ച് മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ നാം അവർക്ക് കൊടുക്കുമ്പോൾ കർത്താവിനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. വീടുകളിൽ പ്രാർത്ഥനയും ആത്മീക കൂട്ടായ്മയും ദൈവവചനം പഠിക്കാനുള്ള, സിസ്റ്റമാറ്റിക്കലി പഠിക്കാനുള്ള ഒരു ക്രമീകരണവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം. ഒപ്പം ആത്മീയമായി വളരാനും ആത്മീക കൂട്ടായ്മകളിൽ ഇൻവോൾവ് ചെയ്യാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർ വെറും കാഴ്ചക്കാരായി മാറാനല്ല. നമ്മുടെ ഈ രാജ്യം നൽകുന്ന അവകാശങ്ങൾ പോലെ തന്നെ നമുക്കുള്ള അവകാശങ്ങൾ പോലെ, അല്ലെങ്കിൽ നമുക്കുള്ള ജീവിതത്തിലുള്ള റൈറ്റ്സ് പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ചർച്ചിൽ വരാനും ആരാധിക്കാനും അവകാശമുണ്ട്. വീടുകളിൽ അവർ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളാണ് ധനം. അവർക്ക് കർത്താവിനെ കൊടുക്കണം, ദൈവവചനം കൊടുക്കണം. ഈ 2 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. 119-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പാപത്തോട് നോ പറയാൻ കുഞ്ഞുങ്ങൾ പ്രാപ്തമാകണമെങ്കിൽ നിശ്ചയമായും ദൈവവചനത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരംഭിക്കണം. പാപത്തോട് നോ പറയാൻ ദൈവവചനം കുഞ്ഞുങ്ങളുടെ ഹൃദയസ്ഥമാക്കണം, ഹൃദയത്തിൽ എത്തണം. പഴയ കാലങ്ങളിൽ പിതാക്കൾ കുഞ്ഞുങ്ങളെ സങ്കീർത്തനങ്ങൾ, വാക്യങ്ങൾ കാണാതെ പഠിപ്പിക്കുമായിരുന്നു. എന്തിനാണ്? പാപത്തോട് നോ പറയാൻ.
തിന്മയോട് നോ പറയാൻ. അതെ, ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. അതിനുവേണ്ടി മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ ചില ശ്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കണം. കുടുംബ പ്രാർത്ഥന ആരംഭിക്കണം. ബൈബിൾ വായിക്കാനും ബൈബിൾ സംബന്ധമായ നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും നല്ല വീഡിയോസ് കാണിക്കാനും ഒക്കെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കും. മിഷണറി ജീവിതങ്ങൾ കാണിക്കുക, അതുപോലെയുള്ള ചലഞ്ചിങ് ആയ വീഡിയോകൾ കുഞ്ഞുങ്ങളെ കാണിക്കുക. ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ തിരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.